ഒരു വ്യക്തിയുടെ ആത്മീയത അളക്കുവാൻ ഏറെ സഹായകമായിരിക്കുന്ന ഒന്നത്രേ ആ വ്യക്തി പണം സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന വിധം. നമ്മുടെ പണം നാം ചെലവഴിക്കുന്ന വിധം നമ്മുടെ മൂല്യങ്ങളെയും മുൻഗണനകളെയും കാണിക്കുന്നതായിരിക്കും, ഇല്ലേ? ചിന്തിക്കാം. പണം ദൂർത്തടിച്ച് ജീവിച്ച പലരും മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരായി മാറുന്നു. ഇതിൻ്റെ ഒരു കാരണം തങ്ങളുടെ സഭയ്ക്ക് വെളിയിൽ ആരെയും സഹായിക്കേണ്ടതില്ല എന്ന് പല സഭകളും പഠിപ്പിക്കുന്നതാകാം. ഏറെ പ്രധാനപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ചുള്ള വികലമായ പഠിപ്പിക്കലുകളാണ് നാം അധികവും കേൾക്കാറുള്ളത്. ബൈബിളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായിട്ടാണ് പണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ 38 ഉപമകളിൽ 16 എണ്ണവും പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 500-ൽ പരം പ്രാവശ്യം പ്രാർത്ഥനയെക്കുറിച്ചും 500ഓളം പ്രാവശ്യം വിശ്വാസത്തെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിരിക്കുമ്പോൾ 2350 പ്രാവശ്യം പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വ്യക്തികളും കുടുംബങ്ങളും സഭകളും സമൂഹങ്ങളും അനുവർത്തിക്കേണ്ട പ്രമാണങ്ങളാണ് ബൈബിളിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. വചനപ്രകാരം നാം നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യുമെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തും എന്നതിന് സംശയമില്ല. ദൈവവുമായി യഥാർത്ഥ ബന്ധത്തിലായിത്തീർന്നാൽ ഒരു വ്യക്തി ഔദാര്യമതിയായി മാറും എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അനുകമ്പയുള്ളവരായിത്തീരും. ഈ പൊതുപ്രമാണം അനുസരിച്ച് പോകുവാൻ മനസ്സില്ലാത്തവർ ഒരുപാട് ഉപാധികൾ ഉയർത്താറുണ്ട്. ചിലത് ഞാൻ പറയാം. ചിലർ പറയും, ഇത് ഞാൻ സമ്പാദിച്ച എൻ്റെ പണമാണ്, എങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മറ്റു ചിലർ പറയും, ബൈബിൾ ആത്മീയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ പണത്തെക്കുറിച്ചും ദാനത്തെക്കുറിച്ചും അല്ല പോലും. വേറെ കുറേ പേർ പറയും, രഹസ്യത്തിൽ കൊടുക്കുവാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഞാനും ദൈവവുമായുള്ള കാര്യം മാത്രമാണ്. ഇനിയുമുണ്ട്. ചിലർ പറയും, ക്രിസ്തു വിശ്വാസികൾ കൃപയുടെ കീഴിലാണ്, ന്യായപ്രമാണത്തിന് കീഴിലല്ല, ആയതിനാൽ ദാനം ഒരു നിയമമാക്കരുത് എന്ന്. പിന്നീട് പറയുന്നു, ഓരോരുത്തൻ ഹൃദയത്തിൽ നിരൂപിച്ചതുപോലെ കൊടുക്കട്ടെ എന്നാണ് വചനം പറയുന്നത്, കൊടുക്കുന്നത് എൻ്റെ കാര്യമാണ്. വേറൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിനോ സഭയ്ക്കോ എന്തെങ്കിലും കൊടുക്കുവാൻ കടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവർ പറയാണ്, അങ്ങോട്ട് കൊടുക്കുവാൻ തുടങ്ങിയാൽ അത് എൻ്റെ നിക്ഷേപങ്ങളെ ബാധിക്കും, അത് നല്ല കാര്യവിചാരകത്വമല്ല പോലും. ഇനിയും ഇല്ലാത്തവർക്ക് നാം അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ അവൻ ഒരിക്കലും സ്വയം ഉണ്ടാക്കില്ല, അതൊരു നല്ല മാതൃകയല്ലല്ലോ എന്ന്. പിന്നെ വേറൊരു കൂട്ടർ പറയും, എനിക്ക് പറയുന്ന വരുമാനമൊന്നുമില്ല, എനിക്ക് തന്നെ തികയുന്നില്ല, അതുകൊണ്ട് ഞാനെങ്ങനെ കൊടുക്കും. ഇനി വേറൊരു കാര്യം എല്ലാവരും പറയുന്നു, ഈ പറയുന്ന ക്രിസ്തീയ സഭകളും സംഘടനകളിലും എല്ലാം അത് നയിക്കുന്നവരൊക്കെ കള്ളന്മാരാണ്, അവർ ചെയ്യുന്നതിനോടും പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല എന്ന്. ഇനി ഏറ്റവും ഒടുവിൽ നാം കേൾക്കാറുള്ളത്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൽ കൂടുതൽ എന്താണ് കൊടുക്കേണ്ടത് എന്ന്. വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന മക്കദോന്യ സഭകളുടെ നല്ല മാതൃക വിശുദ്ധ പൗലോസ് ഇതാ നമ്മെ പഠിപ്പിക്കുന്നു. നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നു. ഇന്ന് 8-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ചില ചിന്തകൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ചില പ്രമാണങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എടുത്താട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം. എട്ടാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 7-ാം വാക്യം ഞാൻ വായിക്കട്ടെ. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. പൗലോസ് അവരെ അഭിനന്ദിക്കുകയാണ്. ഈ ധർമ്മശേഖരത്തിലും മുൻപന്തിയിലേക്ക് വരുവാൻ അവൻ അവർക്ക് ആഹ്വാനം നൽകുന്നു.
8ഉം 9ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ക്രിസ്തീയ ദാനം ഇന്ന് നിയമത്താലല്ല, കാര്യം മനസ്സിലാക്കാതെ അല്ല, ചടങ്ങായിട്ടല്ല. ഒരു ദൈവ പൈതൽ നിർബന്ധമായും ദശാംശം നൽകണമെന്ന് ദൈവവചനത്തിൽ നിന്നും പഠിപ്പിക്കുന്ന പ്രഗത്ഭരായ വേദപണ്ഡിതന്മാരെ എനിക്കറിയാം. അങ്ങനെ പറയുന്നതിനാൽ ഒരു കുഴപ്പവുമില്ല. ദശാംശം അടിസ്ഥാനമായിരുന്നത് പഴയ നിയമത്തിലായിരുന്നു എന്ന് വ്യക്തമാണ്. അതും ശരിക്കു പഠിക്കാമെങ്കിൽ നാം മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിൽ 3 ദശാംശമെങ്കിലും ഓരോരുത്തരും കൊടുത്തിരുന്നു എന്നത്രേ. 1 യഥാർത്ഥത്തിൽ സർക്കാരിനെ താങ്ങുവാനായിരുന്നു. ഇന്ന് അതിനെ നികുതി എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഇന്ന് നൽകേണ്ടത് ദശാംശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതെങ്കിലും ആകട്ടെ എന്ന് പലരും ചിന്തിക്കുന്നത് കൊണ്ടാണ് മലാക്കി പ്രവചനത്തിൽ നിന്നും മറ്റും പ്രസംഗിച്ച് ദശാംശത്തിന് പിടിക്കുന്നതെന്ന് തോന്നുന്നു. പൗലോസ് പറയുന്നു, ഞാൻ കൽപ്പനയായിട്ടല്ല പറയുന്നത്. ഇതൊരു കൽപ്പനയായതിനാൽ നൽകുവാനല്ല പൗലോസ് ആവശ്യപ്പെടുന്നത്. അവർ നൽകുവാൻ താൻ ആവശ്യപ്പെടുന്നതിൻ്റെ 2 കാരണങ്ങൾ പൗലോസ് പറയുന്നു. ഒന്നാമത്, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട്. മക്കദോന്യക്കാർ നൽകിയ മാതൃകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാരണം, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥത ശോധന ചെയ്യേണ്ടതിന്. ഇന്നും അത് സത്യമാണ്. ഒരു വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം അയാളുടെ മണിപ്പേഴ്സ് ആകുന്നു. ഒരു വിശ്വാസിയുടെ ഏറ്റവും സ്പർശബോധമുള്ള ഭാഗം അതത്രേ. മറ്റെവിടെ നോവുന്നതിനേക്കാളും ഉപരി എളുപ്പവും ഈ പറഞ്ഞ ഭാഗം നോവും. പലരുടെയും പേഴ്സ് ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നത് ഒരു വാസ്തവമാണ്. ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ യഥാർത്ഥ പരീക്ഷണം ഇത് തന്നെയാണ്. വല്ലപ്പോഴും ഭിക്ഷ കൊടുക്കുന്നത് പോലെ വല്ലതും കൊടുക്കുന്നതല്ല. ക്രമമായി, ത്യാഗപൂർവം, ആവശ്യം മനസ്സിലാക്കി പ്രാർത്ഥനയോടെ നൽകുവാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കൊടുക്കുന്നതിനെക്കുറിച്ചൊരു തോത് അറിയണമോ? കർത്താവ് തന്നെ ഉത്തമ മാതൃക പറഞ്ഞു. അവൻ ഏറ്റവും നല്ല മാതൃക കാണിച്ചു തന്നു. അവൻ സമ്പന്നനായിരുന്നു, എന്നാൽ അവൻ ദരിദ്രനായി. ഈ താണലോകത്തിലേക്ക് അവൻ വന്നു. ദാരിദ്ര്യത്തിൻ്റെ സ്ഥാനം അവൻ സ്വീകരിച്ചു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. ബേത്ലഹേമിൽ ജനിച്ചു, നസ്രയത്തിൽ വളർന്നു, യെരുശലേമിൻ്റെ മതിലുകൾക്ക് വെളിയിൽ ക്രൂശിക്കപ്പെട്ടു. അന്ധകാരവൃതമായ കല്ലറയിൽ അവനെ അടക്കി. അവൻ സമ്പന്നനായിരുന്നു. എനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി അവൻ ദരിദ്രനായി. അവൻ തന്നെത്താൻ കൊടുത്തു, മുഴുവനായി അവൻ നൽകി. നമ്മെ സ്നേഹിച്ചതിനാൽ അവൻ എല്ലാം നൽകി. ഇതാണ് ക്രിസ്തീയ ഔദാര്യത്തിൻ്റെ ഉത്തമ മാതൃക. 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു, ചെയ്യുവാൻ മാത്രമല്ല താല്പര്യപ്പെടുവാനും കൂടെ. ഒരാണ്ട് മുൻപേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോജ്യം. 1 വർഷം മുൻപേ അവൻ ഇതാരംഭിച്ചു എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. ഒരു തുക കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്ത് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് അവർ ആരംഭിച്ചു. അത് നന്ന് വചനാനുസരണമാണ്. ബാക്കി എല്ലാറ്റിനും ഒപ്പിട്ട് കൊടുക്കാമെങ്കിൽ, അതെ, വാടക കൊടുക്കുന്നതിനും കാറ് വാങ്ങിക്കുന്നതിനും TV വാങ്ങിക്കുന്നതിനുമൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ നമുക്ക് അടയ്ക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവവേലയ്ക്കായിക്കൂടാ? ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടത് ചെയ്തെടുക്കാം എന്നുള്ളതല്ല. ഒരുപക്ഷെ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും കൊടുക്കുവാൻ, നിങ്ങളാൽ തന്നെ കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു തുകയല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു, ഈ വരുന്ന വർഷം നിങ്ങൾ ഇത്ര 1000 രൂപ, ഇത്ര ലക്ഷം രൂപ സുവിശേഷ വേലയ്ക്കായി കൊടുക്കണം. എന്നിട്ട് ആ തീരുമാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളാൽ ആവോളം പരിശ്രമിക്കുക. മറ്റുള്ളവരോട് പറയാൻ സാധിക്കും. അതെ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെയാണ് വിശ്വാസത്താലുള്ള ആ പ്രതിഷ്ഠ, സമർപ്പണം എന്ന് പറയുന്നത്. 1 വർഷം മുൻപേ അവർ ഇതാരംഭിച്ചു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 11-ാം വാക്യത്തിൽ, മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം
നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പീൻ. അവരുടെ വാഗ്ദാനം നിവർത്തിക്കണം എന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. ഇതൊരു കൽപ്പനയായിട്ടല്ല, പിന്നെ വാഗ്ദത്തം ചെയ്താൽ വിശ്വസ്തരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. അത് അവർ ഏതെങ്കിലും ഒരു മനുഷ്യനോടല്ല ഈ വാഗ്ദത്തം അല്ലെങ്കിൽ ഈ പ്രതിജ്ഞ ചെയ്യുന്നത്, പിന്നെയോ ദൈവത്തോട്. 12-ാം വാക്യം, ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയാണ്, ഇല്ലാത്തത് കൊടുക്കണമെന്നല്ല. ദശാംശത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചില സമ്പന്നന്മാരെ എനിക്കറിയാം. അവർക്ക് വളരെയധികം പണമുണ്ട്, ധാരാളമായി പ്രാപിച്ചവർ. അവർ 10 കൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല, അതിനേക്കാൾ വളരെയേറെ അവർക്ക് കൊടുക്കാൻ കഴിയും. വരുമാനത്തിൻ്റെ 50% കൊടുക്കുന്നവരുണ്ട്, 75% കൊടുക്കുന്നവരുണ്ട്, 90% കൊടുക്കുന്നവരുമുണ്ട്. ഓർത്ത് നോക്കിക്കേ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദശാംശം എന്ന പഴയ നിയമ വ്യവസ്ഥയിൽ നിന്നും മാറി അവനവൻ്റെ പ്രാപ്തി പോലെ എന്ന പുതിയ നിയമ വ്യവസ്ഥയിലേക്ക് വരാം. ഇനിയുമെങ്കിലും ഈ പിശുക്ക് മാറ്റി ഈ ഇടുങ്ങിയ ചിന്താഗതി കളഞ്ഞ് ദൈവവചനത്തിൻ്റെ യഥാർത്ഥ പഠിപ്പീരിലേക്ക് വരാം. 13-ാം വാക്യം, മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. ആരെയും ഭാരപ്പെടുത്തുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിനുതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിനുതകട്ടെ. 14-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. താങ്കൾക്ക് ദൈവം ഒരു നല്ല വീടും അതിനുള്ള ചുറ്റുപാടുകളും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വേലയ്ക്ക് സഹായകരമായിരിക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും വിമുഖത കാണിക്കരുത്. എത്രയും കൂടുതൽ കൊടുത്താൽ അത്രയും കൂടുതൽ സന്തോഷം പ്രാപിക്കാൻ സാധിക്കും. എത്രയും കൂടുതൽ കൊടുക്കാൻ താല്പര്യപ്പെടണം. ധാരാളമായി കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യട്ടെ, പ്രാപ്തി പോലെ. പ്രയാസക്കാരനെ അധികം പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടുള്ളവരെ അധികം ബുദ്ധിമുട്ടിക്കരുത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നമുക്ക് എത്ര കിട്ടിയാലും തികയുന്ന ഒരു ലോകത്തിലല്ല നാം ജീവിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് ശ്രമിക്കാം. അത് നാമും ദൈവവുമായിട്ടുള്ള ആ ഇരിപ്പനുസരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒഴിഞ്ഞു മാറുന്നവർ ദൈവഹിതപ്രകാരമാകുന്നു അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറുവാൻ തീർച്ചയായിട്ടും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആവശ്യമില്ലാത്തതൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി ഇതൊക്കെ എനിക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് പറയുവാൻ സാധിക്കും. ദൈവവചനം പറയുന്നു, സമത്വമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പതിനഞ്ചാം വാക്യം, ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. മരുഭൂമിയിൽ മന്ന പെറുക്കിയ ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം പൗലോസ് ഓർമ്മിക്കുന്നു. ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് പെറുക്കാൻ ഓരോരുത്തരോടും ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് കഴിയുമ്പോഴല്ലേ സാധിക്കൂ? ഇപ്പോൾ മന്ന വീണുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുറെ അധികം അങ്ങ് പെറുക്കിയിട്ട് ഈ കുട്ടകളൊക്കെ അങ്ങ് നിറയ്ക്കട്ടെ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ കാണും. ഫലം എന്താണ്? എന്ത് സംഭവിക്കും? ആ ദിവസത്തേക്കുള്ള അവരുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നത് അടുത്ത ദിവസം നാറുന്നു, ക്രമിക്കുന്നു. താങ്കൾക്കും മറ്റാർക്കും ഉപയോഗമില്ലാത്തതായിത്തീരുന്നു. ദൈവിക പരിപാടി ഓരോ ദിവസത്തേക്കും ഉള്ളതാകുന്നു. അതിന് ഓരോ ദിവസത്തേക്കും ഉള്ളത് തരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിപാടി. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നാറുക മാത്രമേ ഉള്ളൂ.
ക്രമിക്കുക മാത്രമേ ഉള്ളൂ. പ്രയോജനപ്പെടില്ല, ആർക്കും പ്രയോജനപ്പെടില്ല. 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ലോഭമായി വിതയ്ക്കുന്നവർ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവർ ധാരാളമായി കൊയ്യും എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തോട് താങ്കൾ ചെയ്യുന്നത് പോലെ ദൈവം താങ്കളോടും ചെയ്യും. ദൈവവേലയ്ക്ക് കൊടുക്കുന്നത് ഒരു വലിയ പദവിയാണ്. അത് സന്തോഷം വർദ്ധിപ്പിക്കും. ദൈവാനുഗ്രഹത്തിൻ്റെ കലവറ നമ്മുടെ മേൽ തുറക്കുന്നതായി കാണുവാൻ സാധിക്കും. നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും ദൈവാനുഗ്രഹം ഒഴുകുന്നതായി കാണുവാൻ സാധിക്കും. ഒരിക്കലും ദൈവത്തെ സേവിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്ത് നിരാശപ്പെടേണ്ടതായി ആർക്കും വന്നിട്ടില്ല. 16-ാം വാക്യം, നിങ്ങൾക്ക് വേണ്ടി തീത്തോസിൻ്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. യെരുശലേമിലുള്ള പാവപ്പെട്ട സഹോദരന്മാർക്ക് സഹായം സ്വീകരിക്കുന്നതിൽ തീത്തോസും ഉത്സുകനായിരുന്നു എന്ന് കാണുന്നു. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു. സുവിശേഷ സംബന്ധമായുള്ള അവൻ്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു. അത്രയുമല്ല, കർത്താവിൻ്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടിയാത്രക്കാരനായി സഭകളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു. തീത്തോസിനും അവൻ്റെ സ്നേഹിതനും അവരുടെ ഹൃദയങ്ങളിൽ ഈ കൃപ അധികമായി ഉണ്ടായിരുന്നു. നാം കൊടുക്കുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനായിരിക്കണം. അതെ, ചിലർ ഇതുപോലെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം, ആ കൃപ പ്രാപിക്കണം എന്നത്രേ. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും യോഗ്യമായത് മുൻകരുതുന്നു. ഞങ്ങൾ ശേഖരിക്കുന്ന പണത്തിൻ്റെ ആ സൂക്ഷിപ്പിലും വിനിയോഗത്തിലും ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നു. വിരോധിക്ക് പോലും അപവാദം പറയുവാൻ ഇടയാകാത്തവണ്ണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. എല്ലാ രംഗങ്ങളിലും അപവാദം കേൾക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാകുന്നു ഇത്. മനസ്സിലായല്ലോ? ഇവരിതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ വീട് പണിയാനും അവർ സന്തോഷമായും സുഖമായും ജീവിക്കുവാനും ഉപയോഗിക്കുകയാകുന്നു എന്നുള്ള ആ അപവാദം എപ്പോഴും കേൾക്കും. എന്നാൽ അത് അറിയാത്ത മനുഷ്യൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളവാനും നമുക്ക് പാടില്ല. നാം തെളിയിക്കണം. ഈ നാം വാങ്ങുന്ന കാര്യങ്ങൾ തക്കതായി ഉപയോഗിച്ചു എന്നും തക്ക സ്ഥാനങ്ങളിൽ എത്തിയെന്നും നാം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഈ സുവിശേഷ സംഘടനകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഏത് ആവശ്യത്തിനു വേണ്ടി ശേഖരിച്ചുവോ അതിന് തന്നെ ഫലപ്രദമായി ചെലവിടുവാൻ ശ്രമിക്കണം. 21-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞങ്ങളും കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും യോഗ്യമായത് മുൻകരുതുന്നു എന്ന്. അതെ, നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നാം എന്തിനു വേണ്ടി ശേഖരിച്ചുവോ അതിനു വേണ്ടി ഫലപ്രദമായി ചെലവിടണം. അല്ലാത്ത കാര്യങ്ങൾ അഥവാ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് നാം തുറന്നു പറയണം. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് ഇന്ന കാര്യത്തിന് വേണ്ടി ആകുന്നു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോയത്, എന്നാൽ അതിനേക്കാൾ അത്യാവശ്യമായി വേറൊരു കാര്യം വന്നു, ഞങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചു. എന്നാൽ അതിന് ചെലവഴിക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് എഴുതി ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അങ്ങനെ ചെലവഴിച്ചുകൊട്ടെ. കാരണം ഈ തന്ന ആളുകൾ ഈ പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ വഞ്ചിക്കുവാൻ പാടില്ല, നിരാശപ്പെടുത്തുവാൻ പാടില്ല. 22 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിയായി കണ്ടും ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകുകയാൽ അത്യുത്സാഹിയുമായിരിക്കുന്ന നമ്മുടെ സഹോദരനെയും അവരോടുകൂടെ അയച്ചിരിക്കുന്നു. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനും ആകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണെ അവർക്ക് കാണിച്ചു കൊടുപ്പീൻ. അവരുടെ സ്നേഹത്തിൻ്റെ തെളിവ് പൗലോസ് ആവശ്യപ്പെടുകയാണ്. അത് തെളിയിക്കാൻ പറയുക. സ്നേഹം വാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല,
പ്രവൃത്തിയിലും അത് പ്രദർശിപ്പിക്കേണ്ടതാണ്. ഇതാണ് പൗലോസ് പറയുന്നത്. ഒരിക്കൽ ഒരു യൗവനക്കാരൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് പ്രകാരം എഴുതി, നിനക്ക് വേണ്ടി ഏറ്റവും വിശാലമായ സമുദ്രം നീന്തിക്കടക്കാൻ ഞാൻ തയ്യാറാണ്. ഏറ്റവും ആഴമുള്ള നദി നീന്തിക്കടക്കാനും മടിയില്ല. പൊരിയുന്ന മണൽ പരപ്പിൽ കൂടി ഇഴഞ്ഞു വരാനും ഞാൻ തയ്യാറാണ്. എഴുത്തിൻ്റെ ഒടുവിലത്തെ വാചകം ശ്രദ്ധിക്കൂ. അത് ഇപ്രകാരമായിരുന്നു: ബുധനാഴ്ച രാത്രി മഴയില്ലെങ്കിൽ ഞാൻ വന്ന് നിന്നെ കാണാം. നമ്മൾ അനേകരും ഈ ചെറുപ്പക്കാരനെ പോലെ അല്ലേ? ഭംഗി വാക്കുകൾ പറയുവാൻ നല്ല ഒഴുക്ക്, അല്പം ത്യാഗം സഹിക്കാൻ സാധ്യമല്ല. വളരെയേറെ ഭംഗിവാക്കുകൾ പറയും. പൗലോസ് കൊരിന്ത്യരെ ഉദ്ബോധിപ്പിക്കുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ തെളിവ് കാണിക്കുവാനാണ്. അവർ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവൃത്തിയിലൂടെ കാണിക്കുവാനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇതൊരു വെല്ലുവിളിയായി അനുഭവപ്പെടുന്നില്ലേ? ഈ ആഹ്വാനം താങ്കൾ എപ്രകാരമാകുന്നു സ്വീകരിക്കുന്നത്? നാം പലപ്പോഴും സ്വാർത്ഥമതികളായി ചിന്തിക്കുന്നു. നമുക്ക് തന്നെ സ്വരൂപിച്ചു വെക്കുവാൻ നാം തത്രപ്പെടുകയാണ്. അതിന് 100 കൂട്ടം ഉപാധികൾ നമുക്കുണ്ട്. ഞാൻ എനിക്കുള്ളതെല്ലാം കൊടുത്താൽ എൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിത്തീരും? അവരെ ആര് പഠിപ്പിക്കും? ഞാൻ മണ്ടനാകാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെ ചിന്തിച്ച അനേകരും ജീവിതത്തിൽ ലജ്ജിച്ചുപോയി. എന്നാൽ ദൈവത്തിനു വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞ് മുൻപോട്ട് പോയതായ വിശുദ്ധന്മാർ, അവർ അവരുടെ വീടിനെക്കുറിച്ച് ചിന്തിച്ചില്ല, അവർ അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, അവരുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല, അവർക്കുള്ള സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒന്നേയൊന്നവർ ചിന്തിച്ചു: നശിച്ചു പോകുന്ന മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ കഴിവുള്ള ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. അവരും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടു. അതെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എങ്ങനെയാകുന്നു അത് പ്രകടിപ്പിക്കുന്നത്? ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, നാം സ്നേഹിക്കുന്നതിൻ്റെ ഒരു സ്വാഭാവിക പ്രവർത്തനം മാത്രമാണ് നാം സ്നേഹിക്കുന്ന ആളിന് കൊടുക്കുക എന്നുള്ളത്. ഈ വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നെനിക്കറിയാം. കാരണം ഇത് വാങ്ങുന്ന പലരും വിശ്വസ്തരാകുന്നില്ല. അതുകൊണ്ട് നാം വളരെ മടിക്കുന്നു. ആ വിഷയം നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം. അതിനു മുൻപ് താങ്കൾക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ താങ്കൾ എന്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അവിശ്വസ്തരായവരെ നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം. നാം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആർക്ക് കൊടുക്കുന്നു എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് തോന്നുന്ന എവിടെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുകയല്ല വേണ്ടത്. പിന്നെയോ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നാം ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരും. ദൈവം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ ഭാരം തരും. അവർക്ക് വേണ്ടി നാം ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കൊടുക്കുവാനായിട്ടുള്ള ആവേശം നമുക്കുണ്ടാകും. അതിനുള്ള വഴികളും ദൈവം തുറന്നു തരും. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, നാം കൊടുക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും കൂസേണ്ട കാര്യമില്ല. നേരിട്ട് ചോദിക്കാം, സ്നേഹത്തോടെ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ. ദൈവവേലയ്ക്കായി കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണം, പ്രാപ്തി പോലെ കൊടുക്കണം, പ്രാപ്തിക്ക് അതീതമായും കൊടുക്കണമെന്നത്ര ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് നാം കേട്ടതായ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ക്രിസ്തീയ ദാനധർമ്മങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുമില്ലേ? ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.